ഛത്തീസ്ഗഡിലെ ജയിലിൽ 2 കന്യാസ്ത്രീകൾ തടവിലാണ്. അതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് ഊഹാപോഹങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ കേരളം വിട്ടാൽ തമിഴ്നാട്ടിലോ മറ്റൊരു പിന്നെ ഡൽഹിയിലാണ് കുറച്ച് ബഹളം നടക്കുന്നത്. മറ്റൊരു സ്റ്റേറ്റിലും കാര്യമായി ബഹളമില്ല. ഞാനത് പറയാനല്ല പറഞ്ഞത്, അവന് ബഹളമുണ്ടോ ഇല്ലയോ എന്ന് പറയാനല്ല ഈ വീഡിയോ ചെയ്യുന്നത്. മതപരിവർത്തനം എന്ന് പറയുന്ന ഒരു പ്രശ്നം കൂടി ഇതിനകത്ത്, കൺവേർഷൻ ഓഫ് റിലീജിയൻ എന്ന് പറഞ്ഞൊരു പ്രശ്നം കൂടി ഇതിനകത്ത് കിടപ്പുണ്ട്. ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനം തെറ്റാണ്. 143 അനുസരിച്ച് തെറ്റാണ്. ട്രാഫിക്കിംഗ് ആണ് 143. അതുപോലെ മതപരിവർത്തനവും തെറ്റാണ്. കടത്തിക്കൊണ്ട് മനുഷ്യക്കടത്തും മതപരിവർത്തനവും ഒക്കെ തെറ്റാണ്. എന്നാൽ നിങ്ങൾ എൻ്റെ സുവിശേഷം എല്ലാവരോടും ചെന്ന് പറയൂ, അങ്ങനെ ലോകത്തിന് നന്മയുണ്ടാകട്ടെ എന്ന് യേശുദേവൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും സുവിശേഷം പറയേണ്ടതാണ്. നല്ല വാർത്ത എന്നാണ് അർത്ഥം. സുവിശേഷം എന്ന് പറഞ്ഞാൽ നല്ല വാർത്ത, നല്ല വർത്തമാനങ്ങൾ. തീർച്ചയായിട്ടും നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം, അന്യൻ്റെ സ്വത്ത് ആഗ്രഹിക്കരുത്, ഇങ്ങനെ ഒരുപാട് നന്മയുണ്ട് മതത്തിൽ. ഇത് തീർച്ചയായിട്ടും അത് മറ്റുള്ളവരോട് പറയുകയും വേണം. പക്ഷേ കൊളോണിയൽ കാലം മുതൽ, ബ്രിട്ടീഷുകാർ വന്ന കൊളോണിയൽ കാലം മുതൽ ഭാരതത്തിൽ മതപരിവർത്തനത്തിനുള്ള സംഘടിതമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 1795 ലണ്ടൻ മിഷൻ സൊസൈറ്റിയും 1836 ബ്രിട്ടീഷ് സ്ഥാപിച്ച കോളനി രാജ്യങ്ങളിലെ കൊളോണിയൽ മിഷണറി സൊസൈറ്റിയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു. അവർ സ്കൂളുകൾ തുടങ്ങി, പള്ളിക്കൂടങ്ങൾ തുടങ്ങി, കുഷ്ഠരോഗ ആശുപത്രികൾ തുടങ്ങി, ഒരുപാട് കാര്യങ്ങൾ, ആതുരാലയങ്ങൾ തുടങ്ങി. അങ്ങനെയാണ് മദർ തെരേസയൊക്കെ ഇന്ത്യയിൽ കൽക്കട്ടയിൽ മദർ തെരേസയൊക്കെ രൂപപ്പെടുന്നത്. അങ്ങനെയാണ് വളരെ കഷ്ടപ്പെടുന്ന ദരിദ്രരായിട്ടുള്ള പാവങ്ങളെ, ആദിവാസികളെ, ദളിതന്മാരെയൊക്കെ ഒരുപാട് ഉദ്ധരിക്കുന്നതിൽ ഒരുപാട് കാര്യങ്ങൾ വന്നു. പക്ഷേ അതോടൊപ്പം തന്നെ 2 വിഭാഗം ക്രിസ്ത്യാനികളുണ്ടായി. അതിലൊന്നെന്ന് പറയുന്ന മെക്കാളെ പ്രഭുവിനെ പോലുള്ള ക്രിസ്ത്യാനികൾ. അദ്ദേഹം ഇന്ത്യയിൽ വന്നിട്ട് ഇതെല്ലാം പറഞ്ഞ് അവിടെ പോയി റിപ്പോർട്ട് കൊടുത്തത്, മെക്കാളെ പ്രഭു കൊടുത്ത ഒരു സിലബസ് ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ ഇന്ത്യയെ കൊളോണിയൽ രാജ്യമാക്കി ക്രിസ്തീയ മതത്തെയും കൂടി പിടിച്ചുകൊണ്ട് കൊളോണിയൽ രാജ്യമാക്കാൻ പറ്റുമെന്നൊരു ചിന്തയുണ്ടായിരുന്നു. ഒരിക്കലും ക്രിസ്തു മതത്തിനോടോ ക്രിസ്തുവിനോടുള്ള സ്നേഹം കൊണ്ടല്ല ബ്രിട്ടീഷ് കൊളോണിയൽ വ്യവസ്ഥക്കാർ അങ്ങനെയൊക്കെ ചിന്തിച്ചത്. അവർക്ക് ക്രിസ്തു മതത്തെ കൂടി അങ്ങനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ലോകത്തെ കോളനിവൽക്കരിക്കാമെന്നുള്ള ചിന്തയായിരുന്നു. അതിനവർ കോടാനുകോടി രൂപയാണ് ലോകത്തേക്ക് മുടക്കിയത്. അപ്പോൾ തന്നെ ഭാരതത്തിലും ഇതൊക്കെ തെറ്റിദ്ധരിച്ചുകൊണ്ട് കുറച്ച് ക്രിസ്ത്യാനികളെങ്കിലും സുവിശേഷം പറയുന്നതിനോടൊപ്പം തന്നെ മതപരിവർത്തനത്തെയും പ്രോത്സാഹിപ്പിച്ചു. എന്നാൽ കാലം മാറി, ഒരുപാട് സംഘടനകൾ വന്നു. ഹൈന്ദവ സംഘടനകൾ വന്നു, മുസ്ലിം സംഘടനകൾ വന്നു, ക്രിസ്ത്യൻ സംഘടനകൾ തന്നെ പല രൂപത്തിലായി. അങ്ങനെ മതപരിവർത്തനത്തിൻ്റെ വേറെ രൂപത്തിലേക്ക് മാറി. അങ്ങനെ മാറിയപ്പോൾ തന്നെ ഭാരതത്തിൽ 2 തരത്തിലുള്ള ക്രിസ്തീയ വിഭാഗക്കാരുണ്ടായി. ഒന്ന്, ഭാരതത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും ഊട്ടിയുറപ്പിക്കുന്നതിനും അവർ ഭാരതത്തിൻ്റെ ദേശീയതയും ഇവിടുത്തെ എല്ലാം മനസ്സിലാക്കി ഹിന്ദു മുസ്ലിം ഐക്യത്തോടുകൂടി പ്രവർത്തിക്കണം എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം, 99% വരുന്ന ക്രിസ്ത്യാനികൾ. അവർ മതപരിവർത്തനത്തിന് എതിരാണ്. എല്ലാ ക്രിസ്ത്യാനികളും മതപരിവർത്തനം നടത്തുന്നവരല്ല, അവർ എതിരാണ്. ഏതെങ്കിലും വ്യക്തി യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ക്രിസ്തുവിൽ വിശ്വസിച്ച് ക്രിസ്തു മതത്തിൽ ചേർന്നാൽ അവർക്ക് സന്തോഷം. ആരെങ്കിലും കല്യാണം കഴിച്ച് ക്രിസ്ത്യാനിയായാൽ അവർക്ക് സന്തോഷം. അതിനപ്പുറം ഒരാളുടെ പുറത്തും അവർ ഈ മതം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാത്തവരാണ് മഹാഭൂരിപക്ഷം. എന്നാൽ ഒരു ചെറു ന്യൂനപക്ഷം, വളരെ കുറച്ചാളുകൾ മതപരിവർത്തനത്തിൻ്റെ പണിയുമായിട്ട് നടക്കുന്നുണ്ട്. അവർ ഏറ്റവും കൂടുതൽ അറ്റാക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ണുവയ്ക്കുന്നത് ഹൈന്ദവ സമൂഹത്തെയാണ്. മുസ്ലിം സമൂഹത്തിൽ പോകാൻ കഴിയില്ല, അത് കലാപം ഉണ്ടാവും. അവർ പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമൂഹത്തിൽ പോയി ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളൊന്നുമില്ല. ഹിന്ദുക്കളുടെ ഇടയിൽ വന്ന് ഇങ്ങനെ മതപരിവർത്തനം നടത്താനുള്ള സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലൂടെയാണ് അവർ വരുന്നത്. ഗോതമ്പ് കൊടുക്കുക, മഞ്ഞപ്പൊടി, അമേരിക്കയിൽ നിന്ന് മഞ്ഞപ്പൊടി കൊടുക്കുക, പുസ്തകം കൊടുക്കുക, ബൈബിൾ കൊടുക്കുക, ഇങ്ങനെ പല രൂപത്തിൽ. പിന്നെ അതുപോലെ വസ്ത്രം കൊടുക്കുക, അവർക്ക് ശിക്ഷ, പിന്നെ സ്കൂളിൽ ചേർക്കുക, ഒരുപാട് സഹായങ്ങളുടെ രൂപത്തിൽ വരികയും അതിൽ ഹിഡൻ അജണ്ട വച്ച് അവരെ മതം മാറ്റുകയും ചെയ്യും. അങ്ങനെ എന്തിനു പറയുന്നു, കുറേ പട്ടികജാതി വിഭാഗക്കാർ പരിവർത്തിത ക്രിസ്ത്യാനികളായി മാറുകയും ചെയ്തു. അവരങ്ങോട്ട് പോയപ്പോൾ അവർക്ക് ഈ ആനുകൂല്യമില്ല, ആ ആനുകൂല്യം അങ്ങനെയുണ്ട്. ഹിന്ദുമതം എന്ന് പറയുന്നത് ഒരു മതമല്ല, അതൊരു വിശ്വാസ പ്രമാണവും 10,000-കണക്കിന് ഉപജാതികളുമുള്ള ഒരു സംവിധാനമാണ് ഹിന്ദു സംവിധാനം. അതിനകത്ത് ഉച്ചനീചത്വങ്ങൾ വളരെ വലിയ തോതിലുണ്ട്, ഇപ്പോഴുമുണ്ട്. അതുള്ളത് കൊണ്ട് തന്നെ പാവപ്പെട്ട പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി ദളിത് വിഭാഗത്തിൽപ്പെട്ട നക്സലൈറ്റിലൊക്കെ അവർക്ക് സ്വാധീനമുള്ള പ്രദേശത്തിൽപ്പെട്ട അങ്ങനെയുള്ള കുറേ സാധാരണക്കാരും കോളനിക്കാരും ആളുകളെ
ലക്ഷ്യം വെച്ചുകൊണ്ട് അവർക്ക് ചെറിയ ചെറിയ ജീവിത സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ മതപരിവർത്തനം നടത്താനുള്ള ഒരു സംഘടിത ശ്രമം കുറച്ചെങ്കിലും നടക്കുന്നുണ്ട്. അത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ നടക്കുന്നത്, ഇവിടെ സൗത്ത് ഇന്ത്യയായിട്ട് കണക്കാക്കുമ്പോൾ. ആ നടക്കുന്നിടത്തെല്ലാം വലിയ സംഘർഷവും ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ബജ്രംഗ് ദളിൻ്റെ പ്രശ്നമൊക്കെ എന്താണ്? RSS സംഘപരിവാർ ആളുകൾ, RSS അങ്ങനെ ആരെയും തല്ലുന്നവരൊന്നുമില്ല, അവർ കുറച്ചുകൂടി എല്ലാം ഇൻക്ലൂസീവായി പോകുന്നവരാണ്. അതേസമയം സംഘപരിവാറിൽ പെടുന്ന അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദ വിഭാഗത്തിൽപ്പെടുന്ന പല സംഘടനകളും ഇതുപോലുള്ള പ്രദേശങ്ങളിൽ ശക്തമായി അവർ പ്രതിരോധിക്കും. ഇപ്പോൾ ബജ്രംഗ് ദളിൻ്റെയൊക്കെ നമ്മൾ കണ്ടത് അങ്ങനെയാണ്. ഛത്തീസ്ഗഡിൽ ബജ്രംഗ് ദൾ ചെയ്തതിനെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ മതപരിവർത്തനവും ഈ പറയുന്ന കടത്തിക്കൊണ്ട് പോകലും വ്യാപകമായി ഉണ്ട്. അതിനുവേണ്ടി സ്റ്റേറ്റിന് നിയമം പോലും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മതപരിവർത്തനം 2 തരത്തിലുണ്ട്. ഒന്ന് ഫോഴ്സ്ഡ് ആയിട്ടുള്ള മതപരിവർത്തനമുണ്ട്, അത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിമിനൽ കുറ്റമാണ്, ചെയ്യാൻ പാടില്ല. രണ്ടാമത് ഇത് സുവിശേഷം കേട്ടുകൊണ്ടോ ബൈബിൾ വായിച്ചുകൊണ്ടോ പള്ളിക്കാരോട് സ്നേഹം തോന്നിക്കൊണ്ടോ ആരെങ്കിലുമൊക്കെ മാറും, അത് സ്വാഭാവികമായിട്ടുള്ള മതമാറ്റം. മറ്റത് നിർബന്ധിത മതപരിവർത്തനം, അതും ചില സ്ഥലങ്ങളിൽ നടക്കുന്നു. അതാണ് ഈ സംഘർഷത്തിലേക്ക് മുഴുവൻ പോകുന്നത്. അത് ഒഴിവാക്കുന്നതിനുള്ള സംവിധാനം എല്ലാ ഭാഗത്തും ചർച്ച ചെയ്തുണ്ടാകേണ്ടതാണ്. അത് ഹിന്ദു സമൂഹത്തിലും ചർച്ച ചെയ്യപ്പെടണം, മുസ്ലിം സമുദായത്തിലില്ല, അതുകൊണ്ട് അവരുമായിട്ട് ചർച്ചയ്ക്ക് വിഷയമില്ല. ക്രിസ്ത്യൻ സമുദായത്തിലും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുവിശേഷം പറയുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആളുകളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതല്ല. അങ്ങനെ ഒരാളെയും ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയരുത്. ആരെങ്കിലും അല്ലാതെ ചേരുങ്ങളിൽ ചേരട്ടെ. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സുവിശേഷവും ക്രിസ്തുമതവും യേശു ക്രിസ്തുവിനെയൊക്കെ പ്രചരിപ്പിക്കുന്നതിലൊന്നും ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പ്രചരിപ്പിക്കുവാനും അവകാശമുണ്ട്, അവസരമുണ്ട്. പക്ഷേ ഇതിൻ്റെ മറകിൽ പാവപ്പെട്ട ദളിതന്മാരെ, ആദിവാസികളെ, പട്ടികജാതി പട്ടികവർഗക്കാരെ, പിന്നോക്കക്കാരെ, അവരുടെ ദാരിദ്ര്യത്തെ, പട്ടിണിയൊക്കെ ചൂഷണം ചെയ്ത്, തൊഴിലായ്മയെ ചൂഷണം ചെയ്ത് അതിലൂടെ നിർബന്ധിത മതപരിവർത്തനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് കർശനമായ നിയമങ്ങൾ ഈ രാജ്യത്തുണ്ട്. അത് ഇപ്പോൾ സ്വതന്ത്രമായി BJP വന്നതിന് ശേഷമുള്ള നിയമമല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ വളരെ വലിയ തോതിലുണ്ട്. ഓരോ സ്റ്റേറ്റിൻ്റെ സാഹചര്യം അനുസരിച്ച് വ്യത്യസ്ത നിയമങ്ങളുമുണ്ട്. അതുകൊണ്ട് അതിൽ കർശനമായ നിയമമുള്ളൊരു സ്ഥലമാണ് ഛത്തീസ്ഗഡ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സാധാരണ ശരാശരി ക്രിസ്ത്യാനികൾ ഇതിനെ വൈകാരികമായി കാണേണ്ടത്. അല്ലാതെ 2 കന്യാസ്ത്രീകളെ പിടിച്ചിട്ടു അതുകൊണ്ട് ക്രിസ്ത്യാനികൾക്കെതിരാണ് ഈ രാജ്യം എന്നുള്ള നിലയിൽ ചർച്ച കൊണ്ടുപോകരുത്. തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് എനിക്ക് ക്രിസ്തീയ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ സുവിശേഷവും പ്രാർത്ഥനയും എല്ലാം നടത്തിക്കോളൂ, പബ്ലിക് പരിപാടിയും നടത്തും, പക്ഷേ നിർബന്ധിച്ച് ആരെയും പ്രേരിപ്പിച്ച് മതം മാറ്റരുത്. അങ്ങനെ മാറ്റിയാൽ അത് ക്രിമിനൽ കുറ്റമാണ്, അത് വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഭാരതത്തിലെ മതപരിവർത്തനവുമായി ബന്ധപ്പെടുത്തി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.